തീവ്ര വികാരങ്ങൾ ഇളക്കിവിടുന്ന പരാമർശങ്ങൾ പാടില്ലെന്ന് പ്രസംഗകർക്ക് സമസ്തയുടെ നിർദ്ദേശം. നിങ്ങൾക്കറിയുന്നത് പോലെ SKSS നേതാവ് സത്താർ പന്തല്ലൂരിൻ്റെ കൈവെട്ട് പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് ഈ ഇടപെടൽ. ദീപക് തർമ്മടം ചേർന്ന് കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ സമസ്തയുടെ പുതിയ നിലപാടിനെ കുറിച്ച്. വെരി ഗുഡ് മോർണിംഗ് SKN. സമസ്ത എക്കാലത്തും സമാധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മത പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. ഒരു മതസംഘടന എന്നുള്ള നിലയിൽ സമസ്ത എപ്പോഴും ആ മാതൃക കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇടക്കാലത്തുണ്ടായ സംഭവം, പ്രത്യേകിച്ചും SKN പറഞ്ഞതുപോലെ ഈ സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പ്രസംഗം വിവാദമാകുന്നു. മലപ്പുറം പോലീസ് അതിൽ കേസെടുക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രസംഗകർക്ക് കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. സമസ്തയുടെ നിലപാട് സമാധാനത്തിൻ്റെതാണ്, തീവ്ര നിലപാടല്ല. അതുകൊണ്ട് തന്നെ വികാരമിളക്കി വിട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗവും നടത്തരുത് എന്നുള്ളത് കൃത്യമായി ജഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ ആലിക്കുട്ടി മുസ്ലിയാരും ഉൾപ്പെടുന്ന പണ്ഡിത സഭയുടെ നേതൃത്വം പ്രാസംഗികർക്ക്, അതായത് ജില്ലാ തലത്തിൽ പ്രസംഗിക്കുന്നവർക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരമൊരു നിലപാടിലേക്ക് പോയാൽ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം സമസ്തയുടെ നിലപാട് പറഞ്ഞാൽ മതി, സമസ്ത മതസംഘടനയാണ്, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തീവ്രവികാരം ഇളക്കിവിടുന്ന ഒരു പ്രസംഗവും ആരും നടത്തരുത് എന്ന കർശന നിർദ്ദേശമാണ് സമസ്ത നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.